ആദർശം തന്നെ വെറുപ്പാന്ന് മനസ്സിലാക്കിക്കൊണ്ട് നയനയും ആദർശനിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. ആദർശിന് വേണ്ട കാര്യങ്ങളൊക്കെ അവളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആത്മാർത്ഥതയില്ലാണ്ട് ഓരോന്നും ചെയ്യുന്നത്. ആദർശ് കോഫി കൊണ്ടുവരാൻ പറയുമ്പോൾ കോഫി കൊണ്ട് കൊടുത്തിട്ട് അങ്ങ് പോവാണ്. പണ്ടൊക്കെ എന്തെങ്കിലും സംസാരിക്കാനല്ലോ, അങ്ങനെ സംസാരിക്കാനോ ഒന്നിനുള്ള നിൽക്കുന്നില്ല. അവൻ്റെ സാധനങ്ങളെല്ലാം തേച്ചു മടക്കിയും അവൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും നോക്കിയും നയന ചെയ്യുന്നുണ്ട്. ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ അവന് വേണ്ടി മറ്റൊന്നും തന്നെ നയന ചെയ്യുന്നു, അവനെ മൈൻഡ് ചെയ്യുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ആദർശിന് ചെറിയൊരു വിഷമം വരുന്നുണ്ട്. ഇത്രയും കാലം തന്നെ പുറകെ നടന്ന് വഴക്കുണ്ടാക്കുകയും തൻ്റെ കാര്യങ്ങളെല്ലാം ആത്മാർത്ഥത്തോടെ നോക്കുകയും ചെയ്ത ആൾ പെട്ടത് മറ്റൊരു ഔട്ട്സൈഡറെ പോലെ ചെയ്യുന്ന കാണുമ്പം ആദർശിന് വല്ലാണ്ട് വിഷമം വരുന്നുണ്ട്. ആദർശ് നയനോട് ചോദിക്കുകയാണ്, എന്താ നയനായത്? ഇപ്പോൾ നീ എന്നോട് മിണ്ടാറ് പോലും ഇല്ലല്ലോ, എൻ്റെ കാര്യങ്ങളൊക്കെ മറ്റാരോ ചെയ്യുന്നത് പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പം നയന പറയാണ്, പിന്നല്ലാതെ ഞാൻ മറ്റൊരാളല്ലേ, ഞാൻ ഈ വീടിൻ്റെ ഹോം നേഴ്സാണ്. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വേലക്കാരെ പോലെ തന്നെ ചെയ്യുള്ളൂ. മീനാക്ഷി ചേച്ചി വന്ന് ഇവിടെയൊക്കെ അടിച്ചു വരുന്നേരം നിങ്ങളോട് മിണ്ടാറുന്നില്ലല്ലോ, അത് തന്നെയാണ് എൻ്റെയും പ്ലാൻ എന്ന് പറയുന്നുണ്ട്. അപ്പം ആദർശ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. നയന എന്നിട്ട് തിരികെ പോകുന്നുണ്ട്. അപ്പോഴേക്കും ആദർശിന് അത് വല്ലാണ്ട് അങ്ങ് ഫീൽ ആവുന്നു. പെട്ടെന്നൊരാൾ നമുക്കെല്ലാം ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മളെ കെയർ ചെയ്യുകയും ചെയ്തിട്ട് പെട്ടെന്നാൾ മാറുമ്പോൾ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് കേട്ടോ ആദർശിന് സംഭവിച്ചത്. അങ്ങനെ ആദർശ് ലാപ്ടോപ്പ് അടക്കി വെച്ചിങ്ങനെ അടച്ചു വെച്ചിട്ട് ആലോചിക്കുകയാണ്, ഇവളോട് മിണ്ടോ സ്നേഹിക്കുകയോ ചെയ്താൽ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. പിന്നെ ഇഷ്ടപ്പെടാതിരുന്നാലോ അത് മുത്തശ്ശന് വിഷമവും. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അമ്മയുടെയും ഭാര്യയുടെയും മുത്തശ്ശൻ്റെ നടുവിൽ കിടന്നിട്ട് ഞാൻ പെടാപ്പാട് വിടുവാണല്ലോ ഈശ്വര എന്ന് ആലോചിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും മുത്തശ്ശന് മുമ്പിൽ അവളുടെ സ്നേഹമുള്ളതുപോലെ കാണിക്കണം. അല്ല, എനിക്ക് ശരിക്കും ഇപ്പോൾ അവളോട് ചെറിയ സ്നേഹമൊക്കെ ഉണ്ട്. അവളുടെ കൂടപ്പിറപ്പിന് വേണ്ടിയിട്ടല്ലേ കള്ളത്തരം പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഞാനൊന്ന് അബിക്ക് വേണ്ടിയിട്ട് അത്രയും ലക്ഷം രൂപ മാറ്റിയത് ഞാനാണെന്ന് പറഞ്ഞതല്ലേ. അപ്പം എല്ലാവർക്കും അവരുടെ സഹോദരങ്ങളുടെ സ്നേഹം കാണുമല്ലോ, അതുതന്നെയല്ലേ അവളും കാണിച്ചത് എന്ന് ആദർശിനൊരു തിരിച്ചറിവുണ്ടാവുകയാണ്. അങ്ങനെ ആദർശ് പതിയെ എല്ലാം അടച്ചു വെച്ചിട്ട് അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. താഴേക്ക് ചെല്ലുമ്പോൾ നയന അടുക്കളയിൽ ഭയങ്കര ജോലിയായിരിക്കും. അടുക്കളയിലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, നയന എന്തെങ്കിലും ഹെൽപ്പ് വേണം ചോദിക്കുമ്പോൾ ദയവ് ചെയ്ത് ഹെൽപ്പ് വേണ്ട. എന്നിട്ട് അന്നത്തെ പോലെ കേസരിക്കകത്ത് ഉപ്പ് വാരിട്ടതുപോലെ കാണിക്കാനല്ലേ, വേണ്ട. അന്ന് എല്ലാവരുടെ വായിൽ ഞാനാ പഴി കേട്ടത്, ഇനി എനിക്ക് വയ്യ, ഒന്ന് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ മീനാക്ഷി ഇല്ലായിരിക്കും, ചെറിയമ്മ ഇല്ലായിരിക്കുമേ. അപ്പോൾ ആദർശ് പറയാണ്, ഇത്രയും ജോലി നീ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ, എന്താ കാപ്പിക്കെന്ന് ചോദിക്കുമ്പോൾ കാപ്പിക്കുള്ളതൊക്കെ സമയത്ത് വന്ന് കൈ കഴുകി ആ ടേബിളിലോട്ട് ഇരുന്നാൽ മതി, ഞാൻ കൊണ്ട് തന്നോളാം. എങ്കിലും എന്തൊക്കെ ഐറ്റംസ് ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞിട്ട് ആദർശ് ചോദിക്കുമ്പം സാമ്പാറുണ്ട്, ഇഡലിയുണ്ട്, അതുപോലെ തന്നെ ദോശയുണ്ട്, പിന്നെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് മതിയോ ഇനി ഇത് കൂടുതൽ വേണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് തന്നെ ധാരാളം. അല്ല മീനാക്ഷി ചേച്ചി എന്തി എന്ന് ചോദിക്കുമ്പം ചേച്ചി ഇന്ന് വന്നിട്ടില്ല, ചേച്ചിയുടെ കുട്ടിക്ക് ഭർത്താവിന് സുഖമില്ലെന്നും പറഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അയ്യോ, മീനാക്ഷി ചേച്ചിക്ക് ക്യാഷ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന സേവിങ്സിൽ നിന്ന് ഞാൻ ചേച്ചിക്ക് 2000 രൂപ കൊടുത്തു വിട്ടു. അതുപോലുള്ള പാവങ്ങൾ പോകുന്ന കാണുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയും കൊണ്ട് പണ്ട് ഹോസ്പിറ്റലിൽ പോയതൊക്കെ എനിക്ക് ഓർമ്മ വന്നത്, അതുകൊണ്ട് ഞാൻ ആ ക്യാഷ് കൊടുത്തു വിട്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നീ അമ്മയോടൊന്നും ഇത് പറയാൻ നിൽക്കേണ്ട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് വെച്ചേക്കാം, അങ്ങനെ നിന്നെ കാലിൽ സഹായിക്കാൻ തോന്നുവാണെങ്കിൽ അതെടുത്തോ എന്ന് പറയുന്നുണ്ട്. നയന പറയുന്നുണ്ട്, എനിക്ക് ആരുടെ സഹായമൊന്നും ആവശ്യമില്ല, ഞാൻ വരച്ച ഡിസൈനുള്ള ക്യാഷ് നിങ്ങൾ തന്നില്ലേ, കുറേ ഞാൻ എൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് ബാക്കി എൻ്റെ ആവശ്യത്തിന് ഞാൻ എൻ്റെ കബോർഡിൽ വെച്ചിട്ടുണ്ട്, അതിൽ നിന്നാണ് ഞാൻ കൊടുത്തത്. നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് കൊടുത്താൽ മതി, അല്ലാതെ നിങ്ങളുടെ അമ്മയെ പേടിച്ചിട്ടൊന്നും കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ സ്വന്തമായി ഡിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് അധ്വാനിച്ച കാശിൽ നിന്നാണ് ഓരോരുത്തർക്കും കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് മനസ്സിൽ കരുതാണ്, ഇവളെന്തോ രണ്ടും കൽപ്പിച്ച് തന്നെയാ, എന്തായാലും ഒന്ന് സഹായിച്ചേക്കാം എന്നും പറഞ്ഞിട്ട് ആദർശ് അവിടെ കിടന്ന പാത്രങ്ങളൊക്കെ കഴുകാണ്. ആദർശേട്ടൻ എന്തായി കാണിക്കുന്നേ, പാത്രം കഴുകുന്നോ? ഇതെങ്ങാണ് കണ്ടാലുണ്ടല്ലോ അനന്തപുരം തറവാട് തന്നെ ഇടിഞ്ഞ് താഴെ പോവും എന്ന് പറയാണ്. നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഞാനിവിടെ സഹായിക്കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓഫീസിൽ കാര്യങ്ങൾ ഏറ്റെടുത്ത പിന്നെയാണ് ഞാൻ അടുക്കളയിലേക്ക് കയറാതായത്. അതിന് മുമ്പേ ചായ ഇടാനും സദ്യ ഉണ്ടാക്കാനൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്, എല്ലാവരും ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഞാനും അനിയൊക്കെ അടുക്കളയിൽ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം ഓരോരുത്തർക്ക് ഓരോ ജോലിയും ബാധ്യതയൊക്കെ ആയതുകൊണ്ടാണ് കയറാത്തതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പം ഇവിടെ ചെയ്യുന്നത് നിങ്ങളുടെ അമ്മ കണ്ടോണ്ടെന്ന അവസ്ഥ ആലോചിച്ച് നോക്കി, പിന്നെ നിങ്ങൾക്ക് സുഖമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അമ്മ എങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല, നീ നിൻ്റെ കാര്യം നോക്കി നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്തോ, ഞാനിവിടെ പാചകം ചെയ്തോളാം, ഞാനിവിടെ പാത്രം കഴിക്കണം എന്ന് ആദർശ് പറയുന്നുണ്ട്. എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് നയന അവളുടേതായിട്ടുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശി ഇറങ്ങി വരുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി അവൻ അഭിനയിക്കുന്ന കണ്ടില്ലേ പാത്രം കഴുകുന്ന പോലൊക്കെ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിലും നയനയ്ക്ക് കുറച്ച് സ്നേഹം ഉള്ളത് കിട്ടുന്നത് പോലെങ്കിലും അവൾക്ക് ഫീൽ ചെയ്യട്ടെ പാവം എന്നൊക്കെ പറയാണ്.
അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അത് നിങ്ങൾ പറഞ്ഞാൽ നല്ല ശരിയാ, അല്ലെങ്കിൽ അവൾ ഈ ജന്മം അവളെ സ്നേഹിക്കത്തില്ല. ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ആ പാവം പെൺകുട്ടിയെ സ്നേഹിക്കുന്നതിൽ അഭിനയിച്ചാൽ മാത്രം അവൾക്കൊരു സന്തോഷമാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരും മാറിപ്പോയി അവിടെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്തായിരിക്കും ദേവേനെ മേക്കപ്പലായിട്ട് കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത്. അവൾ ആ കാഴ്ച കാണുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ്. ആദർശേ എന്നൊരു ഉറക്ക ഒരു വിളിയാണ് അനന്തപുരത്തറവാട് ആകെപ്പാടെ മുഴങ്ങി കേട്ടിട്ടോ. പെട്ടെന്ന് ആദർശിനെ കഴിഞ്ഞ പാത്രം ഇങ്ങനെ താഴേക്ക് പോവാണ്. എന്താമേ എന്ന് ചോദിക്കുകയാണ്. നീ എന്താടായി കാണിക്കുന്നത്? നീ എന്തിനാ അടുക്കളയിൽ കയറിയത് എന്ന് ചോദിക്കുകയാണ്. അതെന്താമേ അങ്ങനെ ചോദിച്ചത്? ഇത് എൻ്റെ വീടല്ലേ, എൻ്റെ വീട്ടിൽ അടുക്കളയിൽ കയറുന്നതിന് ഞാൻ ആരോട് ചോദിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, അതമ്മ പറഞ്ഞ പോയിന്റ് അല്ലേ, അവന് അടുക്കള നിഷേധിച്ചിരിക്കുവാണോ നീ എന്ന് പറയുന്നുണ്ട്. അച്ഛാ, അവനൊരു ആൺകുട്ടിയല്ലേ, അവൻ എത്രമാത്രം വലിയ പോസ്റ്റിലായിരിക്കുന്നത്, പിന്നെ അവൻ അടുക്കളയിൽ പോയിട്ട് പാത്രം കഴുകി അവളെ സഹായിക്കേണ്ട കാര്യം എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, അവൾ ആൺകുട്ടിയാണേലും അവൻ പെൺകുട്ടിയാണേലും നമ്മുടെ സ്വന്തം ജോലികൾ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ സ്ത്രീകൾ മാത്രം അടുക്കള കയറണമെന്നുള്ള നിയമമൊന്നും ഈ തറവാട്ടിലില്ല ദേവേനി എന്ന് പറയുന്നുണ്ട്. അതല്ലച്ചാ, ഇവന് ഓഫീസിൽ ഒരുപാട് വർക്കുകളുള്ളതല്ലേ, പിന്നെ ഇവനെന്തിനാ ഇപ്പോൾ ഈ ഒരു ജോലിയൊക്കെ ചെയ്യുന്നത്? അവിടെ നിന്ന് ടയേർഡായിട്ട് വന്നവൻ ഇവിടെ ഒന്ന് ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇവിടെ നയനയുണ്ട്, നവ്യയുണ്ട്, മീനാക്ഷിയുണ്ട്, ജാനകിയൊക്കെ പണിയാനുണ്ടല്ലോ. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ്, അതെന്താ നീ നിന്റെ പേര് പറയാത്തെ? നീയും എന്താ ഈ വീട്ടിലെ പെണ്ണല്ലേ, നിനക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന് പറയുമ്പോഴേക്കും ദേവേനി ഉത്തരം മുട്ടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് ചെന്നിട്ട്, ആദർശേ നീ എന്തായി കാണിക്കുന്നത്? എല്ലാവരും എച്ചിൽ പാത്രം കിടന്ന് നിൽക്കുകയാണോ നീ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ്, അതെന്താമേ അങ്ങനെ പറഞ്ഞത്? നമ്മുടെ വീട്ടിലുള്ളവരുടെ പാത്രം തന്നെയല്ലേ, ഈ പാത്രം തന്നെയല്ലേ എല്ലാ ദിവസവും നായന ഇവിടെ നിന്ന് കഴിയുന്നത്, അപ്പോൾ ആരൊന്നും പറയുന്നത് കേട്ടില്ലല്ലോ. അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, അതൊക്കെ വന്ന് കയറിയവളുടെ ഡ്യൂട്ടിയാ. സ്വത്തും പണമൊക്കെ ആയിട്ട് ചതിയില്ലാതെ അവളെ കയറി വന്നിരുന്നെങ്കിലുണ്ടല്ലോ, അവളെ ഞാൻ ഈ കൈവളെ കൊണ്ട് നടന്നതിനെ. അതല്ലാതെ നമ്മളെ പറ്റിച്ച് അനന്തപുരത്തറവാട്ടിലേക്ക് കയറാൻ നോക്കിയോളല്ലേ. അവൾക്ക് ഈ വീട്ടിലെ വേലക്കാരുടെ സ്ഥാനമേ ഉള്ളൂ, പ്ലേറ്റ് കഴിയാനുള്ള സ്ഥാനം മാത്രമേ അവൾക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും, അമ്മ എങ്ങനെയൊന്നും പറയണ്ട, നയനെ അങ്ങനെ പറയാൻ ഞാൻ ഇനി അനുവദിക്കത്തുമില്ല. അവൾക്ക് രാവിലെ അവൾ എണ്ണിച്ചതാ മീനാക്ഷി ചെന്ന് വന്നിട്ടില്ല, ജാനകി ചെറിയമ്മ ബാക്കി എല്ലാ പരിപാടിയിലും കൂടി. അവൾ രാവിലെ ഇത്രയും പേർക്ക് ദോശയും ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി എല്ലാം ഉണ്ടാക്കി വെച്ചു. അതെല്ലാം അവൾ ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത ഉച്ചയ്ക്ക് തന്നെയുള്ള പരിപാടിയില്ല. അവളൊരു കൈ സഹായിക്കാൻ അമ്മയ്ക്ക് തോന്നിയില്ലല്ലോ. എന്തായാലും ഞാനുള്ള സഹായിക്കാൻ പോവാം. ഇപ്പം ഈ പാത്രം കഴിയുമെന്ന് പറഞ്ഞ് എൻ്റെ MD സ്ഥാനമൊന്നും തെറിച്ച് പോകുന്നില്ല. ഇതേ നല്ല റിലാക്സേഷനാണ്. ഭാര്യയുടെ കൂടെ നിന്ന് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം മറ്റെവിടെ നിന്നും കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ദേവയാനി കരിപ്പിച്ച് തുള്ളി ചാടിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, കണ്ടില്ലേ നിങ്ങളുടെ കൊച്ചുമകൻ തകർത്ത് അഭിനയിക്കുന്നുണ്ട്, നിങ്ങളുടെ മുമ്പിൽ അമ്മ വരെയാ കൊച്ചാക്കി സംസാരിക്കുന്നത്. അപ്പോഴേക്കും ആദർശം മനസ്സിൽ കരുതാണ്, അമ്മ പിണങ്ങിപ്പോയല്ലോ, എന്തായാലും സാരമില്ല, എങ്ങനെയില്ല നയനയുടെ മനസ്സിലുള്ള ദേഷ്യമൊക്കെ മാറ്റിയെടുക്കണം. എൻ്റെ മുത്തശ്ശിയും അവരൊരിക്കലും സങ്കടപ്പെടാൻ പാടില്ല എന്നൊക്കെ ആദർശം മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് ആദർശ മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിലും അത് അവരുടെ ഇഷ്ടമാണെന്ന് അവന് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. നയന പ്രകടനമൊക്കെ കണ്ടില്ലേ, ഇനിയും നിൽക്കാനാണോ ഭാവം? അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഇനി പാത്രം കഴുകി തീർന്നിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാക്കി പാത്രം കഴുകുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി ദേവയാനാണെങ്കിൽ റൂമിൽ പോയിട്ട് ഇങ്ങനെ കലിപ്പിച്ചിരിക്കുന്നുണ്ട്. ജയൻ ചോദിക്കുകയാണ്, എന്താ ദേവയാനി നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ മകനുണ്ടല്ലോ അവൻ പോയിട്ട് എല്ലാവരും എച്ചിൽ പ്ലേറ്റൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക അവൻ്റെ ഭാര്യയെ സഹായിക്കാൻ എന്ന് പറയുന്നുണ്ട്. അതിനിപ്പോൾ എന്താ ദേവേനെ കുഴപ്പം? കല്യാണം കഴിഞ്ഞ നാളിൽ ഞാൻ നിന്നെ ചുറ്റിപ്പറ്റി അടുക്കള തന്നെ അല്ലായിരുന്നോ? ഞാൻ എന്തെങ്കിലും അവിടുന്ന് മാറിയ സമയം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലാണോ ഇതെന്ന് ചോദിക്കുമ്പോൾ, അതെന്താ അവളും ഒരു പെണ്ണും ഒരാണും അല്ലേ, നമ്മളും അങ്ങനെ അല്ലായിരുന്നെന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് വന്നിട്ട് എൻ്റെ അമ്മ നിന്നോട് വല്ല വഴക്കിനും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ദേവയാനി പറയുന്നതും അത് നയനയുടെ അവർ വീണ്ടും അടുക്കളയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.